പിഷാരടി വരൂ. നമസ്കാരം. ഒരു പരാതിയുണ്ട്. പരാതിയോ? എന്താ? നമ്മുടെ ഈ നമസ്കാരം സഞ്ജന, ഈ നമ്മുടെ അസോസിയേഷൻ തുടങ്ങിയേക്കുന്നത് തന്നെ ഈ മിമിക്രിക്കാരുടെ ഒരു ഉന്നമനത്തിനും അവരുടെ ഒരു നന്മയ്ക്കും അവരുടെ വളർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പലർക്കും ഒരു കഷ്ടപ്പാടുള്ള ഭൂതകാലമുണ്ട്. ഒരുപാട് പേര് പണ്ട് വളരെ കഷ്ടപ്പെട്ടു. സരിചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് പേര് കഷ്ടപ്പെട്ട ആൾക്കാർ വന്നതാണ്. പക്ഷെ ചിലർ ഇന്ന് നല്ല നിലയിലായി. ഇന്ന് വളരെ നല്ല രീതിയിൽ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ വളരെ പ്രശസ്തനായി ജനങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലാകാരന്റെ പറ്റിയാണ് സലിഞ്ചേട്ടൻ. എല്ലാം ഉണ്ട്, എല്ലായിടത്തും ഉള്ളൊരു നല്ല ഉഗ്രം കലാകാരൻ. ആ കലാകാരൻ പറ്റിച്ച കഥ ഇപ്പൊ സലിഞ്ചേട്ടൻ പല ചാനലുകളിലും പല ഇന്റർവ്യൂകളിലും അയാളെ തേജോവധം ചെയ്യാനൊരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് വെച്ച് ഉറപ്പിക്കാവുന്നതല്ല. ഇതിന് സലിഞ്ചേട്ടനെതിരെ അസോസിയേഷൻ ഒരു നടപടി എടുക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ വന്നേക്കുന്നത്. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സത്യം പറയാ അല്ല, അത് ശരിയല്ല. അതിന് അദ്ദേഹം ഒന്ന് പറയട്ടെ. ആ കലാകാരൻ ഒന്നുകിൽ എന്റെ ഫോൺ നമ്പർ അറിയാമെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുക, എന്നിട്ട് എന്നോട് പറയാം. അദ്ദേഹം തന്നെ ഞാനാണ് ആ കലാകാരൻ, അതുകൊണ്ട് അത് എഴുതിക്കൊണ്ട് തന്നേക്കുന്നത്. ശരിക്കും മനസ്സിലായില്ലോ. കൊഴുത്തുപോയി. പൊതുസ്ഥലത്ത് വെച്ച് കൊല്ലരുത്. ഒരു 100ാമത്തെ പിഷാരടി ആയിരുന്നു. നീയായിരുന്നു 100ാമത്തെ സ്ഥലത്തായി മനസ്സിലാകാതിരുന്നത് പിഷാരടി പെട്ടെന്ന് നന്നായി പോയി. തടിച്ചു. അന്ന് ഈ രൂപമൊന്നുമല്ല. ഭക്ഷണവും കാരണവണ്ണം കഴിച്ചു. അന്ന് തന്നെ നല്ല ഭക്ഷണം കഴിക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ അന്ന് ശുദ്ധ വെജിറ്റേറിയനാണ്. അല്ല, അശുദ്ധ വെജിറ്റേറിയൻ ആരും കഴിക്കും? എല്ലാവരും ശുദ്ധ വെജിറ്റേറിയൻ കഴിക്കുള്ളൂ. പക്ഷെ തിന്നതിന് വരെ ചേട്ടൻ കണക്ക് പറയായിരുന്നു അന്ന് കാലത്ത്. കാരണം ഞങ്ങളുടെ ട്രൂപ്പിന്റെ മാത്രം റിഹേഴ്സൽ ഈ സലിഞ്ചേട്ടൻ തുടങ്ങിയ ഷാലിയൻസ് എന്ന് പറഞ്ഞ ട്രൂപ്പിന്റെ മാനേജർ ആയിരുന്നു ഞാൻ. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ട്രൂപ്പിന്റെ മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റായിട്ടാണ് പോകുന്നത്. മാനേജർ എന്ന് പറഞ്ഞപ്പോൾ എന്റെ വീട്ടുകാർ ഓർത്തു ഇവൻ എന്തോ അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഒക്കെ മാനേജർ എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്റ്. ഈ മാനേജർ എങ്ങനെ അറിയോ? ഒന്ന് മുതലാളിയുടെ തെറിയേക്കണം, കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ മുഴുവൻ എന്നെക്കാൾ സീനിയർ ആണ്, അവരുടെ തെറിയേക്കണം, കമ്മിറ്റിക്കാരുടെ തെറിയേക്കണം, പ്രേക്ഷകരുടെ തെറിയേക്കണം. ഇങ്ങനെ 4 ഭാഗത്തുനിന്ന് തെറിയേക്കുന്ന ഒരേ ഒരു മാനേജർ ഞാനായിരുന്നു. അല്ല, ഇതെല്ലാം ഒരാളുടെ കുഴപ്പം കൊണ്ടായിരുന്നു, ഇവന്റെ കുഴപ്പം കൊണ്ട് തന്നെ. അതാണ്, അല്ലാതെ ഓഡിയൻസ് ചുമ്മാ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒന്ന് തെറി പറഞ്ഞിട്ടില്ല. നമ്മുടെ ഏതെങ്കിലും സ്കിറ്റൊക്കെ ചീത്തയായി കഴിഞ്ഞാൽ സരിഞ്ചേട്ടൻ വന്നിട്ട് സാറിന് നിനക്ക് ഞാൻ എത്ര ചോറ് മേടിച്ചു തന്നടാ, നീ എന്റെ ചോറുണ്ടിട്ട് നീ ഇതുവരെ കോമഡി കാണിച്ചതെന്ന് പറയുമായിരുന്നു. ഒരു മാസമൊക്കെയാണ് ഏതെങ്കിലും ന്യൂസ് ട്രൂപ്പ് ഒരു മാസം റിഹേഴ്സൽ നടത്തുമോ? അതെ, നമുക്കൊന്നും ക്യാമ്പൊന്നുമില്ല, വെറുതെ ബാക്കിൽ നിന്ന് പറഞ്ഞു നോക്കിയാൽ അല്ലെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ. ഇത് ഒരു മാസം കിടന്ന് ഭക്ഷണം. പിന്നെ ആർക്കായാലും സങ്കടം വരില്ല, സ്വന്തം മക്കളായി സങ്കടം വരും. സലിഞ്ചേട്ടൻ്റെ ട്രൂപ്പിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ സരിഞ്ചേട്ടൻ്റെ വീട് തന്നെയായിരുന്നു. ഞങ്ങളുടെ കൊച്ചിൻ സ്റ്റാലിയൻസ് പറഞ്ഞ ട്രൂപ്പിൽ സരിഞ്ചേട്ടൻ അവിടെ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളും മൃഗങ്ങളുമാണ് ഏറ്റവും സ്വദേശം നടക്കുന്ന സാധനങ്ങൾ. ഒരു 10 തരം കോഴി, 10 തരം പട്ടി, 10-20 തരം പശുക്കൾ, ഇതെല്ലാം സരിഞ്ചേട്ടൻ്റെ വീട്ടിലുണ്ട്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് രാവിലെ മുട്ടയിടും, കോഴി വന്ന് മുട്ടയിടും കിടക്കുന്നിടത്ത്. അത്രയും ഒരു സ്വാതന്ത്ര്യമുള്ള ട്രൂപ്പായിരുന്നു. പല മുട്ടയും കിട്ടാറില്ല. പച്ചമുട്ട എന്തോ ആരോഗ്യം.